കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE ചിട്ടികൾ നടത്തി വളരെയധികം ആളുകളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊരു അർത്ഥം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. പേഴ്സണലി ഞാനും KSFEയുടെ 3 ചിട്ടികളിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഉണ്ട്. ആ ചിട്ടികളിൽ 2 വിളിച്ചെടുത്തിട്ടാണ് എൻ്റെ പഴയ 2 ഹോം ലോണുകൾ തീർത്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ചിട്ടി ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഹോം ലോൺ തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പറഞ്ഞു തരുന്ന അതൊന്നുമല്ല. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് 2 ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ KSFEയിൽ ഈ അടുത്ത് ഇടേണ്ടായി. അതിനെ പറ്റിയിട്ടാണ്. വളരെ മികച്ച നേട്ടം 8.5%, 8.25%-നുമാണ് അവര് ഈ ഡെപ്പോസിറ്റുകൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. KSFEയുടെ നേട്ടം പ്ലസ് 2024 എന്ന സ്കീമിനെയും അതുപോലെ KSFE വന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. KSFE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. അതായത് ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം. ബാങ്കല്ല, പക്ഷെ മറ്റുള്ള സേവനങ്ങൾ ആളുകൾക്ക് എത്തിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായ അധീനതയിലുള്ള ഒരു സ്ഥാപനം. ഇതുവരെയും ഏകദേശം 52-53 വർഷമായി KSFE നിലവിൽ വന്നിട്ട് എന്നാണ് എൻ്റെ അറിവ്. 100% സേഫ് ആയിട്ടുള്ള രീതിയിലാണ് KSFE മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഡെപ്പോസിറ്റുകളും വളരെയധികം ചിട്ടികളും പലതരത്തിലുള്ള ലോൺ സ്കീമുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രത്യേകത. ഇപ്പോ ഇന്ന് നമ്മൾ ഈ പറയുന്ന 2 ഡെപ്പോസിറ്റുകളെ, 2 ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത് പറഞ്ഞല്ലോ. 444 ദിവസം കാലാവധിയുള്ള ഒരു ഡെപ്പോസിറ്റ് KSFE നേട്ടം പ്ലസ് 2024 എന്ന് പറഞ്ഞ സ്കീമിന്റെ ഭാഗമായിട്ട് 444 ദിവസം കാലയളവുള്ള ഈ ഡെപ്പോസിറ്റില് സാധാരണ ആളുകൾക്ക് 8.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ 28,000 രൂപ എൻ്റെ ഫാമിലി മെമ്പർ അത് നിക്ഷേപിക്കുകയുണ്ടായി. അപ്പോ 8% വെച്ച് 444 ദിവസത്തേക്ക് ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും എമൗണ്ട് പലിശയായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ഇതില് ഇൻട്രസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ആയിട്ട് ഇൻട്രസ്റ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവസാനം മുതലടക്കം തിരികെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് ക്യുമുലേറ്റീവ് ആയിട്ട് ഈ 444 ദിവസം കഴിയുമ്പോൾ പലിശയും മുതലും കൂടെ ഒരുമിച്ചെടുക്കുന്ന രീതിയിലാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ചെക്ക് കൊടുക്കുകയുണ്ടായി. ആ ചെക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റും നമുക്ക് കിട്ടുകയുണ്ടായി. ഇത് 444 ദിവസം, അതായത് ഒരു വർഷം ഏകദേശം ഒരു 3 മാസത്തോളം ഒക്കെ കാലാവധി ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിൽ പിൻവലിക്കാം എന്നുള്ളൊരു ഗുണമുണ്ട് കേട്ടോ. അത് 1 മാസത്തിനുള്ളിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും പലിശ കിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ 1 മാസത്തിന് ശേഷമാണ് പിൻവലിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിന്ന കാലയളവിലേക്ക് സുഗമ ഡെപ്പോസിറ്റിന്റെ, അതായത് KSFEയിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ പ്രവർത്തിക്കുന്ന സുഗമ അക്കൗണ്ടിന് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കിൽ നിന്നുള്ളതോ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്കും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ടാക്സ് പിടിക്കേണ്ട ഒരാളാണ് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ TDS രൂപത്തിൽ ടാക്സ് ഡിഡക്റ്റും ചെയ്യും. ഇൻ കേസ് നമ്മൾ ടാക്സ് കൊടുക്കാത്ത ഒരാളാണ്, കൊടുക്കേണ്ടതില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം 15G അല്ലെങ്കിൽ ഫോം 15H എന്ന് പറഞ്ഞിട്ടുള്ള ഫോം നിങ്ങൾക്ക് തരും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ TDS പിടിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ലാഭം ടാക്സബിൾ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാക്സബിൾ ലിമിറ്റിലേക്ക് മുകളിലേക്ക് പോവുകയാണ് നിങ്ങളുടെ 1 വർഷത്തെ ഇൻകം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് അതിന് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്കീമിൽ ഇപ്പോൾ നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ എമൗണ്ട് നമ്മളുടെ ഫാമിലി പോർട്ട്ഫോളിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവണം അല്ലെ. അതായത് എല്ലാ എമൗണ്ടും ഇക്വിറ്റിയിലാവുക എന്നുള്ളതിനേക്കാൾ കുറച്ച് എമൗണ്ട് നമുക്ക് ഈ ഒരു ഡെറ്റ് സ്കീമുകളിലേക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും അതിൽ നമ്മൾ
ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചിട്ടി ഉണ്ടല്ലോ, ആ ചിട്ടി വിളിച്ചു കഴിഞ്ഞിട്ട് പൈസ കിട്ടുന്നതിനായിട്ട് ആ ചിട്ടിയുടെ പൈസ കൊടുക്കുന്നതിനുള്ള സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഈ ഡെപ്പോസിറ്റിന്റെ റെസിപ്റ്റ് കാണിക്കാനായിട്ട് പറ്റും എന്നുള്ള ഗുണമുണ്ട്. മറ്റൊരു ഡെപ്പോസിറ്റ് ഇപ്പോൾ തന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കീമാണ്. KSFE-യുടെ വന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി ഒരു സ്കീം പ്രകാരം 8.75 8.25% ഒരു വർഷം മുതൽ 2 വർഷം വരെയുള്ള ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളുടെ ഫാമിലിയിലുള്ള സീനിയർ സിറ്റിസൺ ഫാമിലി മെമ്പറുടെ പേരിൽ ഒരു വന്ദനം ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇതിനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് പ്രീമച്വർ ക്ലോസിങ്ങിന്റെയും ടാക്സേഷന്റെയും കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോ ഒരു 8% 8.25% ഒക്കെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സാധാരണ ആളുകളാണെന്നുണ്ടെങ്കിൽ നേട്ടം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമും, സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ദനം സ്കീമും ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതിനുപറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.